സോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക സുള്ളിയ റൂട്ടിലാണ്. ഈ റൂട്ട് വരുന്നത് ഒരു റിസർവ് ഫോറസ്റ്റിലൂടെയാണ്. ഈ ഫോറസ്റ്റിലൂടെ ഒരു ബൈക്ക് യാത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. കാട് യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ റൂട്ടാണ് ഈ സുള്ളിയ ബന്തടുക്ക റൂട്ട് എന്ന് പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് വലിയ റെസ്ട്രിക്ഷനോ ഒന്നുമില്ലാതെ നമുക്ക് കാറിലോ ബൈക്കിലോ യാത്ര ചെയ്യാവുന്ന റൂട്ടാണ് സുള്ളിയ ബന്തടുക്ക. ഇതിലൂടെ ബസ്സിലും പോകാം. ആകെ 2-3 സർവീസാണ് ഉള്ളത് കാഞ്ഞങ്ങാട് സുള്ളിയ റൂട്ടിൽ. കുറേ ബസ് സർവീസ് ഈ റൂട്ടിലില്ല. ബൈക്കിലും കാറിലൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം. ഇവിടെയാണ് ഫോറസ്റ്റിൻ്റെ ചെക്കിങ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ചെക്കിങ് ഇല്ല, ആരും കാണുന്നില്ല. ഫോറസ്റ്റ് ഓഫീസ് ഇതെന്ന് തോന്നുന്നു. ആരും ചെക്കിങ് ഒന്നും കാണുന്നില്ല. ദക്ഷിണ കന്നഡ ഫോറസ്റ്റ് റേഞ്ച് ഇവിടെ നിന്നാണ് ഈ കാട് തുടങ്ങുന്നത്. അപ്പോൾ മരങ്ങളൊക്കെ നോക്കിയ റോഡ് വീതിയില്ല, നേർത്ത റോഡ്. പക്ഷെ റോഡിൽ കൊണ്ടുപോയില്ല, അടിപൊളി റോഡാണ്. വണ്ടികളും കുറവാണ്. ട്രാഫിക് അങ്ങനെയുള്ള ബന്തടുക്കയിൽ നിന്നാണ് ഈ ഫോറസ്റ്റ് തുടങ്ങുന്നത്. ഈ 19 കിലോമീറ്ററാണ് ഈ ഫോറസ്റ്റ് ഉള്ളത്. ഏകദേശം അരമണിക്കൂർ 40 മിനിറ്റ് അത്ര ടൈം എടുക്കും സുള്ളിയത്തെത്താൻ. മേഖലയെന്ന് പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആനിമൽ ക്രോസിംഗ് സോൺ കോസ്റ്റലോ സൈഡ്. ആന ഇറങ്ങുന്നതിന് കമ്പിയൊക്കെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നത് അറിയില്ല. ആന മുകളിൽ നിന്ന് ഇറങ്ങുന്നതിനായിരിക്കാം. നല്ല വളവുകളുണ്ട് ഈ റൂട്ടിൽ, ശ്രദ്ധിച്ച് പോകണം. അത്യാവശ്യം നല്ല വളവുള്ള റൂട്ടാണിത്. റോഡിന് വീതിയില്ല. അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ
റിസ്ക്. ഇവിടെയൊക്കെ ആൾത്താമസം ഉണ്ടെന്ന് തോന്നുന്നു. കാട് കഴിഞ്ഞോ അറിയില്ല. ആൾക്കാർ വീടൊക്കെ കാണുന്നു. കാടൊക്കെ ഡ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ പോയത്. കാടൊക്കെ ഡ്രൈ ആയി. മഴക്കാലത്ത് മൺസൂൺ സീസണിലൊക്കെ നല്ല പച്ചപ്പായിരിക്കും കാടിന്. കാടിൻ്റെ ഒരു ഭംഗി മൺസൂൺ സീസണിൽ ഇതിനേക്കാളും നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ കുറച്ച് സമയം യാത്ര ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു നഗരമല്ല, ഒരു കവല പോലെയുള്ള ഒരു സ്ഥലത്ത് പിന്നെ വീണ്ടും കാട് തുടങ്ങി. ഭംഗിയുള്ളൊരു നാടാണ്. ഒരു കർണാടകയുടെ ആ ഒരു ഭംഗിയും ആ ഒരു കൾച്ചറൊക്കെ ഇതിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. രാവിലെ ഈ കാട്ടിലൂടെയൊക്കെ ഈ ബൈക്കിൽ യാത്ര ചെയ്യാൻ അത് വേറെ തന്നെ രസമാണ്. ആ ഒരു സൺലൈറ്റിൻ്റെ ആ വെളിച്ചം ഇങ്ങനെ നമ്മുടെ മരത്തിൻ്റെ ഇലകളിലൂടെ ഇങ്ങനെ ഷെയ്ഡ് റോട്ടിലൊക്കെ വീണേക്കണം, അത് വേറെ തന്നെ ഒരു ഭംഗിയാണ്. ഇപ്പോൾ കാടൊക്കെ അത്യാവശ്യം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. വലിയ കാടൊന്നും കാണുന്നില്ല, ആൾക്കാരൊന്നും ഇല്ല, വണ്ടികൾ പോകുന്നുണ്ട്, ആൾ താമസം അങ്ങനെയൊന്നും കാണുന്നില്ല. ഇവിടെ ആനൻ്റെ ബോർഡൊക്കെ ഇട്ടിട്ടുണ്ട്. കൂട്ടം വളവിന് പറഞ്ഞ ഒന്നൊന്നര വളവാണ്.
ബന്ധെടുക്ക വെച്ചിട്ടുണ്ട് ആന. സ്ലോ ആന. ബസ് സ്റ്റാൻഡിലൊക്കെ ആൾക്കാർ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ സുള്ളി ടു കാഞ്ഞങ്ങാട് ബസ്സിന് വേണ്ടിയാണ് അവർ അവിടെ കാത്തു നിൽക്കുന്നുള്ളത്. അല്ലെങ്കിൽ ബന്തെടുക്ക റൂട്ടിൽ പ്രൈവറ്റ് ബസ് ഒന്നൊന്ന് ഞാൻ കണ്ടിന് നേരത്തെ അതിൽ വരുമ്പോൾ. അതും KSRTC കേരള സ്റ്റേറ്റ് മാത്രം സർവീസ് നടത്തുന്നുള്ളത്. അത് കാഞ്ഞങ്ങാട്ടേക്ക്. ഇവിടെ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ടാവും. JCB ഒക്കെ എന്തൊക്കെ തോണ്ടി കുഴിക്കുന്നുണ്ട്. ഒരു സമാധാനത്തോടെ ഒരു കാട് യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ റൂട്ട് ഇഷ്ടപ്പെടും, അതിലൊരു സംശയവും ഇല്ല. സൈഡ് തെങ്ങ് കൃഷി, അടക്ക ഒക്കെയാണ് ഇവിടെ കൃഷിയൊക്കെ നടക്കുന്നുണ്ട്. പൈപ്പ് വാട്ടർ സപ്ലൈ അങ്ങനെ എന്തോ പണി നടക്കുന്നുണ്ട് ഇവിടെ. വാട്ടർ അതോറിറ്റി എന്ന് തോന്നുന്നു.
കൃഷി ചെയ്യുന്നത്. 2 സൈഡും റബ്ബർ കൃഷിയും നടുവത്ത് റോഡും ഒരു ഭംഗി, അത് വേറെ തന്നെ ഫീലാണ്. നമ്മുടെ KSRTC ഈ ബസ് പോകുന്നത് കാഞ്ഞങ്ങാട്ടേക്കാണ്. കാഞ്ഞങ്ങാട് ഈ ബസ്സിന് വേണ്ടിയാണ് അവിടെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടായെന്ന് തോന്നുന്നു. നേരത്തെ അവിടെ ബസ് സ്റ്റാൻഡിൽ ഗൈസ് അങ്ങനെ നമ്മൾ യാത്ര എത്തി, ഡെസ്റ്റിനേഷൻ സുള്ളിയിലെത്തി. സുള്ളിയ എന്ന് പറയുന്നത് കർണാടകത്തിലെ പുത്തൂർ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ യാത്രകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയൊരു യാത്രയായി കാണുന്നവർക്കും ബൈ.